ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോകാൻ നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി നോക്കുമ്പോൾ ദാ വന്നിരിക്കുന്നു. ആരൊക്കെയാണെന്നല്ലേ? അശ്വിനീൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഇതാ അങ്ങനെ തിരിഞ്ഞിരിക്കും. അപ്പം ഞാൻ പറയും റൈഡ് പിടിച്ചാന്ന് ഞാൻ പറയും കേട്ടോ, മര്യാദയ്ക്ക് കാണിച്ചോ മുഖം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. കുട്ടികൾ എൻ്റെ വിരട്ടലിൽ വരണ്ടെന്ന് തോന്നുന്നു, മുഖമൊക്കെ കാണിക്കുന്നുണ്ട്. ഇവളുടെ ഫ്രണ്ട്സിന് എല്ലാവരും ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ് കേട്ടോ. എസ്പെഷ്യലി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ വൈശാറിനെ കൂടെ കൂട്ടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എസ്പെഷ്യലി ഞാനിവരോടൊക്കെ ഭയങ്കര കത്തിയായതുകൊണ്ട് തന്നെ എല്ലാത്തിനും എനിക്ക് അറിയാം. ഇവരെ ശരിക്കത്തെ പേരും വട്ടപ്പേരും ഒക്കെ അറിയാം കേട്ടോ. അപ്പോൾ തുമ്മമ്മ വേഗം പോയിരുന്നു എല്ലാവരോടും ഭയങ്കര കത്തിയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ വർത്താനത്തിന് ശേഷം ഞങ്ങൾ പുറത്ത് വന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളി ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിതാ പോവാണ് കേട്ടോ. അപ്പോൾ അവൾ വണ്ടി എടുക്കുമ്പോൾ അവളെ മാക്സിമം ഇതാണ് റെന കേട്ടോ. അപ്പോൾ റെനേനെ മാക്സിമം ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എന്തായാലും ഓടിക്കാൻ അറിയില്ല. പിന്നെ ഓടിക്കാൻ അറിയുന്ന ട്രോളെങ്കിൽ നമ്മൾ ചെയ്യണ്ടേ. ഏത് ബൈ നമ്മളിന്ന് എവിടേക്കാണ് പോകണമെന്ന് പറയാൻ മറന്നു ഇല്ലേ. നമ്മൾ തുമ്പമ്മയ്ക്കൊരു പാദസരം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കിലുക്കി ഇല്ലേ, നല്ല മണിച്ചിത്താട് എന്നല്ലേ നമ്മൾ പണ്ട് ഈ പാസരത്തിനെ പറയൽ, ഫുൾ കിലുങ്ങുന്ന അതിൻ്റെ മുത്തൊക്കെ വീണിട്ട് കാല് ചെറുതായിട്ട് മുറിയുന്നുണ്ട്. ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സാധാരണമായി കണ്ടെങ്കിൽ 3-4 മുറിവായപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല മുറിവുണ്ടെന്ന്. അപ്പോൾ അളവൊന്നും എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഈ സാധനമല്ല വാങ്ങുന്നത്. മണിച്ചിത്താഴിൻ്റെ ഇട്ട് പൂട്ടിയാൽ തന്നെ എൻ്റെ കുട്ടി എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം വിളിച്ചാൽ വിളിയേക്കൂല ഗൈസ്. അതുകൊണ്ട് ഈ കിലുക്ക കേട്ടിട്ടാണ് ഞാൻ എൻ്റെ കുട്ടി എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഉറക്കത്ത് നീണീറ്റാലും ഒക്കെ ഞാൻ അറിയുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇത് വിട്ടൊരു കളിയില്ല. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ബാറ്ററി അങ്ങ് ലോ ആവും. അപ്പോൾ അതൊന്ന് ഹൈ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കൂൾബാറിൽ കയറിയതിന് ശേഷം ഒരു കുഞ്ഞുമാവയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിച്ച് നേരെ പോണത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടിയാണ് പോണത്. നമ്മൾ പോകുമ്പോൾ ഇളയമേനെ കണ്ടതാണ്. ഇളയമ വീട്ടിൽ കൂടാൻ പോയത് തന്നെയല്ലോ. അപ്പോൾ വന്ന സ്ഥിതിക്കുമ്പോൾ ഒരു ഹായ് പറഞ്ഞു പോയത്. പക്ഷേ അത് ആരാ പറഞ്ഞത് പോലെ ഇളമയെ മനസ്സിലായിട്ടല്ലോ. തിരിച്ച് പോയിട്ട് വേണം അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. വൈദ്യുമ്പോൾ പറഞ്ഞ എവിടെ നിർത്തിയത് എവിടെയായിരുന്നു? അമ്മായിൻ്റെ വീട്ടിലേക്ക് പോണത്. എൻ്റെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ. അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിസ്റ്ററാണ് വിലാസിനി അമ്മായി. ഞങ്ങളുടെ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയ പല സിറ്റുവേഷൻസിലും ഞങ്ങളെ ചേർത്ത് പിടിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ അമ്മായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മായിനോടൊരു സ്പെഷ്യൽ ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ. അമ്മായിയുടെ മോൻ്റെ 3ാമത്തെ ബേബിയാണിത്. ആളെ കണ്ടപാട് ഞാൻ വേഗം കോരി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തതിനേക്കാൾ കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് വൈശാഖേട്ടനൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വൈശാഖിന് കുട്ടികളെടുക്കാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷേ വാവയ്ക്ക് 3 മാസം ആയതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഏട്ടൻ ഭയങ്കര ധൈര്യപൂർവ്വം അങ്ങോട്ട് എടുത്തത്. ന്യൂ ബോൺസിനൊന്നും 2000 ഏട്ടൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബീനെ ഏട്ടൻ എടുക്കുന്നത് കാണാൻ ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ്. കാരണം എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെല്ലുവിളി എന്നുള്ള രീതിക്ക് വാവനെ കൊടുത്തപ്പോൾ ഏട്ടൻ സിമ്പിളായിട്ട് അത് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വാവേനെയൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അമ്മായിയുടെ വീട് മണാശ്ശേരിയാണ് കേട്ടോ. KMCT ഹോസ്പിറ്റലിനൊക്കെ അടുത്ത്, അതായത് ഞാൻ ഡെലിവറിക്ക് പോകാൻ പോണ ഹോസ്പിറ്റലിലെ അതിൻ്റെ അടുത്താണ് കേട്ടോ. തുമ്പിക്കും അല്ലുവിനും കുഞ്ഞുമാവേനോടുള്ള ആക്രാന്തം കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു. ഇത് 2 പേരും കുട്ടേട്ടൻ്റെ മൂത്ത പുത്രിമാരാണ് കേട്ടോ. 3ാമത്തതൊരു മോനാണ്. അങ്ങനെ അമ്മായിനോടൊക്കെ യാത്ര പറഞ്ഞ് അമ്മായിൻ്റെ മൂത്ത പുത്രിയെയും കൂട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. വീട്ടിലേക്കല്ല, മണാശ്ശേരിയിൽ ഇറക്കി വിട്ടു ഗൈസ്. ചേച്ചിനെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചേച്ചിനോടും ടാറ്റ ബേബേ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനി വേഗം വീട്ടിലെത്തുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അശ്വിനിയൊക്കെ ക്ഷീണിച്ച് പോയിട്ടുണ്ട് ഗൈസ്. ഇനി ഏട്ടൻ വന്നാലും എന്നെ വെറുതെ വിടൂലേ എന്നാണ് അവളുടെ ചോദ്യം. എങ്ങനെയല്ലേ വിടുക? ഞാൻ ഓളില്ലാത്തൊരു പരിപാടി ഉണ്ട് നമുക്ക്.